ഹലോ, ഇതാണ് നമ്മളെ മൂന്നാർ റോഡ് കേട്ടോ. മൂന്നാറിലേക്ക് പോകാനുള്ള റോഡ് ഇതാണ്. മൂന്നാറിലേക്ക് പോവാം, മാട്ടുപ്പെട്ടി എല്ലാ സൈഡിലും പോവാം. ഇത് ഞങ്ങളെ ഗവൺമെൻറ് ഹൈസ്കൂളാണ് കേട്ടോ. അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂൾ, അടിമാലിയിലെ ഗവൺമെൻറ് ഹൈസ്കൂൾ കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മതക്കാർക്കും പഠിക്കാം, കേട്ടോ. ഇത് പഴയ സ്കൂൾ കെട്ടിടമാണ്, പഴയത്. എൻ്റെ മക്കളൊക്കെ പഠിച്ചിറങ്ങിയത് 10ാം ക്ലാസ്സാണ്. ഇത് 10ാം ക്ലാസ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഒരു കുഴപ്പമേ ഉള്ളൂ, അതൊരു ഭയങ്കര കുഴപ്പമാണ്. ഏത് ജാതിക്കാർക്കും വന്ന് പഠിക്കാം, ഭയങ്കര കുഴപ്പമാണ്. പർദ്ദയിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഒന്ന് പഠിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ പുതിയ പണിയാണ് കേട്ടോ. ഈ സ്കൂളൊക്കെ അടിമാലി സ്കൂൾ, അതാണ് ഓഡിറ്റോറിയം. അത് ഈ പിന്നെ പിള്ളേരുടെ പരിപാടികളിലൊക്കെ നടക്കുന്നത് അവിടെയാണ് കേട്ടോ. ഇവിടെയൊക്കെ എൻ്റെ മക്കൾ കളിച്ച് വളർന്നതാണ്. ഗവൺമെൻറ് സ്കൂളാണ് ഇത്. ഇവിടെ ഈ ഗവൺമെൻറ് സ്കൂളിലെ ബസ്സാണ് കേട്ടോ. ഇതൊക്കെ ഉത്തരവാദിത്തമായിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇത് ഗവൺമെൻറ് സ്കൂളിലെ ബസ്സാണ് കേട്ടോ. ഇത് ഗവൺമെൻറ് സ്കൂളിലെ ഞങ്ങളെ സ്കൂളിലെ ഇവിടുത്തെ സ്കൂളിലെ ഗാർഡനൊക്കെയാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പിള്ളേർക്ക് ട്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആദ്യം SLC പരീക്ഷ കൂടുതൽ A+ വാങ്ങിച്ച് പഠിച്ച് പോയ കുട്ടികളാണ് ഉള്ളത്. A+ വാങ്ങിച്ച് പഠിച്ച് പോയ കുട്ടികളൊക്കെ ഉള്ളത്. ഇത് ഇവിടുത്തെ സ്കൂൾ ഗ്രൗണ്ട്, ഇത് ഇവിടുത്തെ ഗാർഡനാണ് കേട്ടോ. കണ്ടോ, എല്ലാ ഐറ്റം ചെടികൾ ഇവിടെയുണ്ട്. ഇതുണ്ടോ, കുളമുണ്ട്, എല്ലാ ഐറ്റം ചെടികളൊക്കെ ഇവിടെയുണ്ട് കേട്ടോ. പിള്ളേർക്ക് ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏതോ പരിപാടിയായിട്ടാണ് ഇവിടെ ഈ വൃത്തിയാക്കിയിടാത്തത്. അപ്പം ഇവിടെ നല്ല വൃത്തിയുള്ളതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഗാർഡനാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടുത്തെ അംഗൻവാടിയാണ്. പിള്ളേർക്കൊക്കെ കളിക്കാം, ചിരിക്കാം, നല്ല രസമാണ് കേട്ടോ. ഇവിടെ നല്ല അപ്പുറത്ത് നല്ല ഗ്രൗണ്ടുണ്ട്. ഇത് കണ്ടോ, ഇത് പിള്ളേർക്കൊക്കെ ഉള്ള, കൊച്ചു പിള്ളേർക്കും ഇവിടുത്തെ പിള്ളേർക്കൊക്കെ കളിക്കാനുള്ളതാണ്. എൻ്റെ മോനൊക്കെ ഇവിടെയാണ് പഠിച്ചു വളർന്നത്. എൻ്റെ മോന് 10ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോ ഇവിടുത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു +2, +1, +2 ഇതും കൂടി നിങ്ങൾ അനുഭവിച്ചു തരണം കേട്ടോ. കാരണം പറഞ്ഞില്ല, ഇവിടുത്തെ പിള്ളേരെ ഇവിടുത്തെ പിള്ളേരെ തന്തയും തള്ളയും ആരെന്ന് പറയട്ടെ, ഇവിടുത്തെ സാറന്മാരാണ്. ഞാൻ തമാശ പറഞ്ഞതല്ല. ഇവിടുത്തെ പിള്ളേർക്ക് PTക്ക് വിളിക്കുമ്പോൾ ഒരു തന്തമാരും വരില്ല, തള്ളമാർ 3-4 വരും. എന്നാലും ഇവർക്കൊരു കംപ്ലൈൻ്റ് ഇല്ല കേട്ടോ. കാരണം എന്തെങ്കിലും പറയുവാണെങ്കിൽ കേൾക്കാൻ ആളില്ല. എന്നാലും ഈ സാറന്മാർക്കൊരു കംപ്ലൈൻ്റ് ഇല്ല. കാരണം പറഞ്ഞല്ല, ഇവരുടെ ഈ പിള്ളേരുടെ തന്തമാരും തള്ളമാരും ഇവിടുത്തെ ടീച്ചർമാരാണ്. എല്ലാം നല്ല. എൻ്റെ മോനും ഞാനും വേറെ ഒരു സ്കൂളിൽ പഠിപ്പിച്ച, ആ സ്കൂളിൻ്റെ പേര് പറയുന്നില്ല. എൻ്റെ അള്ളാനെ സത്യം, ഞാൻ എൻ്റെ അള്ളാനെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. അവിടെ എൻ്റെ കൊച്ചിനെ പഠിപ്പിച്ചപ്പോൾ, ഞാൻ മുസ്ലിമായോണ്ടാണ് എൻ്റെ കൊച്ചിനെ പഠിപ്പിച്ചപ്പോൾ അവന് ഹോംവർക്ക് പോലും ഒന്നും നോക്കിയിട്ടില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് 5ാം ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ട് പഠിപ്പിച്ചു. നമ്മളെ അടിമാലി ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ട് പഠിപ്പിച്ചപ്പോഴാണ് സാറന്മാരൊക്കെ അവൻ്റെ ഹോംവർക്ക് ചെയ്യുന്നത് നോക്കുന്നത്. അതിൻ്റെ ബാക്കിലൊക്കെ നല്ല മലയാണ്. പക്ഷെ ഉരുള് പൊട്ടിയൊന്നും ഇവിടെ വരില്ല കേട്ടോ, പേടിക്കണ്ട. ഇവിടുത്തെ വിദ്യാഭ്യാസം പോലെ ഒരു ജാതി സ്പിരിറ്റില്ലാത്ത വിദ്യാഭ്യാസം വേറെ ഒരു സ്കൂളിലും ഇല്ല കേട്ടോ. കാരണം നല്ല വിദ്യാഭ്യാസമാണ്. കാരണം എൻ്റെ മോന് ഇവിടെ വന്നിട്ടാണ് ഇംഗ്ലീഷെല്ലാം പഠിപ്പിച്ചത്.
പഠിച്ചത്. ഞാൻ എൻ്റെ മോനെ ഞാൻ ട്യൂഷന് വിട്ടിട്ടില്ല. മൂത്ത മോന് ഞാൻ ട്യൂഷന് വിട്ടിട്ടുണ്ട്. കാരണം വേറെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട് സ്കൂളിൽ വിട്ടപ്പോൾ അന്നേരം ഞാൻ വേറൊരു സ്ഥലത്താണ് താമസമാണ് കേട്ടോ. അന്ന് ഞാൻ വേറെ സ്ഥലത്തൊരു താമസമായതുകൊണ്ട് എനിക്ക് ഈ എൻ്റെ അടിമാലി ഗവൺമെൻറ് സ്കൂളിൽ വിടാൻ പറ്റിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. കാരണം ഇവിടുത്തെ സാറന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം മക്കളെ പോലെയാണ് അവർ നോക്കുന്നത്. ഇത് കണ്ട ട്യൂൺ ചെയ്ത് അങ്ങേറ്റം കണ്ടോ. ഇപ്പം അവിടെ വർക്ക് നടക്കുവാണ് കേട്ടോ. കണ്ടോ അവിടെ അത് പിള്ളേരുടെ അപ്പുറത്ത് നല്ല സ്റ്റേഡിയം ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണൽ മരങ്ങളുണ്ട്. നല്ല ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സാറന്മാരുടെ അധ്വാനാണ്. പുതിയ കെട്ടിടങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് നമുക്ക് വേണ്ടത് +2 ആണ്. +1 +2. കാരണം ഇവിടുത്തെ ആദിവാസി മക്കളുണ്ട്, പൊലയന്മാർ, പറയന്മാർ, ക്രിസ്ത്യാനികൾ, പിന്നെ എല്ലാ ജാതിക്കാരും ഇവിടെയുണ്ട്. പക്ഷേ എല്ലാ ജാതിക്കാർക്കും ഒരേ ട്യൂഷനാണ്, ഒരേ പഠിത്തമാണ്. എന്തോരം പിള്ളേർ നല്ല മാർക്ക് വാങ്ങിച്ചും കൊണ്ട് അവിടെയും പോയെന്നറിയാം. പക്ഷേ നമുക്ക് ഇവിടെ +2 ഇല്ല. അതിൻ്റെ ഒരു സങ്കടമുള്ളൂ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അടിമാലി ഗവൺമെൻറ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെയല്ല. ഇന്നത്തെ സാറന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരുമ്പോൾ അവരുടെ ജോലി ചെയ്തിട്ടാണ് പോണത്. ഈ സുരേന്ദ്രൻ സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സുരേന്ദ്രൻ സാർ ഇപ്പോൾ റിട്ടയർഡായി. ആ സാറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് വേണ്ടിയിട്ട് നല്ല ഇതുണ്ട്, ടൈൽസൊക്കെ ഇട്ട് നല്ല സെറ്റപ്പാക്കിയ സ്ഥലങ്ങളാണ്. ഇതുണ്ടോ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ മുറ്റത്ത് കണ്ടോ ഈ ടൈൽസ് ഇട്ടു. ഇപ്പുറത്ത് മാർബിൾ ഇട്ടിട്ടുണ്ട്, ഇപ്പുറത്തൊക്കെ മാർബിൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പഠിപ്പിക്കുവാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കും. ഇവിടെ ജാതി സ്പിരിറ്റ് ഇല്ല. തട്ട ഇട്ടുകൊണ്ട് വരാം, എതിട്ടുകൊണ്ട് വരാം, നോ പ്രോബ്ലം. പറഞ്ഞ മനസ്സിലാവുന്ന ഇവിടുത്തെ സാറന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഗവൺമെൻറ് സ്കൂളുകളെ ആശ്രയിക്കൂ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇവിടുത്തെ ഗവൺമെൻറ് നമ്മളെ അടിമാലി സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ നല്ല പച്ചവെള്ളം പോലെയാണ് പഠിപ്പിക്കുന്നത്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്ന കേട്ടെ, ഇവിടെ ഒരു 5-6 +2 വിദ്യാർത്ഥിക്ക് SLC പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മാർക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ആദരിക്കാനേ വേണ്ടിയിട്ട് നമ്മളെ ഇവിടുത്തെ പോലീസുകാരെ വന്ന് ആദരിക്കുന്നത്, കുറച്ച് ലഡുവൊക്കെ വാങ്ങിച്ചിട്ട്. ഒരു MLA ഒരാൾ ഇവിടെ കാണൂല. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഒരു ആൾക്കാർ ഇവിടെ വന്നിട്ട് അവർക്ക് അഭിവാദനം ചെയ്യോ, അവർക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനം പ്രഖ്യാപിക്കോ ഒന്നുമില്ല, ഒരു പ്രോത്സാഹനമില്ല. പക്ഷെ എന്നാലും അവരുടെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട് കേട്ടോ. എനിക്കിതേ പറയാനുള്ളൂ. നിങ്ങൾ ഇത് കേൾക്കുവാണെങ്കിൽ ഒരു +1 +2 അനുഭവിക്കുക. ഓക്കെ, എല്ലാ രാഷ്ട്രീയക്കാർക്കും നന്ദി.